ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബോഗൻവില്ല പൂക്കാലം വരുന്ന സമയമാണ്, പൂക്കാലം വരവായി. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ബോഗൻവില്ല എല്ലാം പൂക്കുന്നത്. അപ്പോൾ എന്ത് വളം നമുക്ക് ഇപ്പോൾ കൊടുത്താൽ എങ്ങനെ പൂക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്രയും പൂക്കൾ ഉണ്ടാകുന്നത്. ഇതിന് 1 മാസം മുമ്പ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു, എൻ്റെ റോഡ് സൈഡിലാണ് വീടായതുകൊണ്ട് ഈ പൂക്കൾ കണ്ടിട്ട് വന്ന് ചോദിക്കും, ഇതെങ്ങനെ ഇങ്ങനെ പൂക്കുന്നു, എന്ത് വളം കൊടുക്കുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന രീതിയാണ്, വളങ്ങൾ കൊടുക്കുന്ന രീതിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ തുടക്കമാണ്, നല്ല രീതിയിൽ പൂത്ത് കഴിഞ്ഞു. പൂക്കാലം ഇനിയാണ് ബോഗൻവില്ലയുടെ പൂക്കാലം വരുന്നത്. ഇപ്പോൾ നഴ്സറികളിലൊക്കെ ഭയങ്കരമായ വിലയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാമെന്ന് നോക്കാം. പൊട്ടാഷ്, NPK 19-19-19, DAP, ഇത്രയും വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഓരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യമായിട്ടും ഈ വളങ്ങൾ കൊടുക്കാം. നല്ല രീതിയിൽ പൂക്കൾ കിട്ടും. ഇത് ബട്ടർ കപ്പിൻ്റെ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പൂത്ത് വരുന്നതേ ഉള്ളൂ, അതിൻ്റെ സ്ട്രക്ചർ ഇതൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇതിൽ നാടൻ വെറൈറ്റി, അതായത് ലോക്കൽ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിയ ചെടികളുമുണ്ട്, അല്ലാതെ ഹൈബ്രിഡ് ചെടികളുമുണ്ട്. ഞാൻ എല്ലാ ചെടികളും ഹൈബ്രിഡ് ചെടികൾ വരുത്തിയത് കൊൽക്കട്ടയിൽ നിന്നും തന്നെയാണ്. അപ്പോൾ ചിലർക്ക് ഒരു കൊൽക്കട്ട പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു എന്തോ പോലെയാണ്. അപ്പോൾ ഇതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റും കൊടുക്കാം. കാരണം ചെടികൾക്ക് എന്തെങ്കിലും ഒരു പോഷകത്തിൻ്റെ അഭാവമുണ്ടെങ്കിൽ ഈ മൈക്രോ ന്യൂട്രിയൻറ്റ് അതിൽ നിന്നും വലിച്ചെടുത്തുകൊള്ളും. അപ്പോൾ ഈ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെയിനായിട്ടുള്ളത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സെയിൽ നിർത്തി വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു സെല്ലറിൻ്റെ നഴ്സറി ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി താമസം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് കിട്ടാനുള്ളത് ഒത്തിരി താമസിച്ചു. അപ്പോൾ അതിൽ 1-2 കസ്റ്റമർ, ഒരു ബാഡ് കസ്റ്റമർ എന്ന് വേണമെങ്കിൽ പറയാം, അവർ എനിക്കെതിരായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുകയുണ്ടായി. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്ലാന്റുകളെല്ലാം ഉടൻ തന്നെ കിട്ടുന്നതാണ്. തൽക്കാലം ഞാൻ സെയിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒത്തിരി കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഓഫറില്ലേ, ക്രിസ്മസ് ഓഫറില്ലേ, ന്യൂ ഇയർ ഓഫറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം എല്ലാ ഓർഡറും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഒരു സെയിലുള്ളൂ. അപ്പോൾ ഇതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട വളങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൊടുക്കാം. അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക്, രാസവളം ഉപയോഗിക്കാത്തവർക്ക് കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ ചാണകപ്പൊടി, അതായത് ചാണകപ്പൊടി നൈട്രജൻ കൂടുതലാണ്, ചെടികൾ വളരുകയുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മണര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം പുളിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ചാണകവും കൂടി ചേർത്ത് പുളിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. പിന്നെ നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ രാസവളം തന്നെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ബാസാക്കോട്ട എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ഓൺലൈനിൽ കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അതിൻ്റെ പുറത്ത് ഒരു കോട്ടിംഗ് ഉള്ളത് കാരണം പെട്ടെന്ന് അലിഞ്ഞു പോവില്ല. നല്ല ബാസാക്കോട്ടയാണെങ്കിൽ 12 മാസം വരെ കിടക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു 6 മാസം വരെ എന്തായാലും നമുക്ക് പിന്നെ വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ബാസാക്കോട്ട ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെടിക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്നും വലിച്ചെടുത്തുകൊള്ളും. ചെടികളുടെ വേരിന് ഒന്നും ദോഷം സംഭവിക്കുകയുമില്ല. കോട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് കുറേശ്ശെ മാത്രം റിലീസ് ചെയ്യുന്ന ഒരു വളമാണ് ബാസാക്കോട്ട എന്ന് പറയുന്നത്. ഓൺലൈൻ വഴി മാത്രമേ ഇപ്പോൾ അത് സെയിൽ കാണുന്നുള്ളൂ. അപ്പോൾ ആ വളം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല.
എൻ്റെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്ത ഒരു കസ്റ്റമർക്ക് പ്ലാന്റ് കിട്ടാൻ കുറച്ച് താമസിച്ചപ്പോൾ കിടന്ന് ബഹളമുണ്ടാക്കി. അങ്ങനെ ഞാൻ അത് പൈസ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് അവരൊരു വീഡിയോ ചെയ്തു വിട്ടു എന്നെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും കൂടി കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ ഞാൻ മോശക്കാരനായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പൂക്കൾ വരുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ വളങ്ങൾ ചെയ്തു കൊടുക്കുക. നല്ല രീതിയിൽ ഇപ്പോൾ പൂക്കളുണ്ടാകും. ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് വിളിച്ച് പറയുന്നുണ്ട് പ്ലാന്റ് വേണമെന്ന്. ദയവ് ചെയ്ത് അവരൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ഓർഡറും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്നേന്ന് ഇനി തുടങ്ങുകയാണ്. കാരണം ഒത്തിരി ഓർഡറുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്നും ഫോണിൽ നിന്നും ഒക്കെ പോയി, അങ്ങനെയും സംഭവിച്ചു. അപ്പോൾ ആർക്കാണ് കിട്ടാനുള്ളതെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ കിട്ടാനുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്നും പ്ലാന്റ് വാങ്ങിയവർക്കറിയാം. എൻ്റെ നല്ലവരായ കസ്റ്റമറുണ്ട്. ഞാൻ പിന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മോശമായിട്ടൊരു ഇതിട്ടു, കാരണം ഫ്രോഡായിട്ടുള്ള കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ഷമിക്കുക, എൻ്റെ നല്ല കസ്റ്റമർ അല്ല. എൻ്റെ 99.99% കസ്റ്റമർ നല്ല കസ്റ്റമർ തന്നെയാണ്. അവരെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ബാസാക്കോട്ട ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇതുപോലെ എടുത്ത് കുറച്ച് ഇങ്ങനെ ഓരോ ചട്ടിയിലും ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്നുകൊള്ളും. അതിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ ചെടി അതിൻ്റെ പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തുകൊള്ളും. ഇത്ര മതിയാവും. ഒരു 10-12 ഗ്രാനൂൾസ് മാത്രം മതിയാവും ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ അത് വളങ്ങൾ പിടിച്ചെടുക്കുകയും ചെടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.